വെൽക്കം ബാക്ക് ടു സിഡ്നി നെസ്റ്റ്. ഇന്ന് നമുക്ക് ബ്ലൂ മൗണ്ടൻസിലെ സീനിക് വേൾഡ് കാണാൻ പോയാലോ? ഡൈനോസർ തീമൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും എൻജോയബിൾ ആയിരുന്നു കേട്ടോ. അത് കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെ ഒരു ഡൈനോസർ തീമാണ് അവർ മെയിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻട്രൻസിലുണ്ടായിരുന്ന കാഴ്ചകൾ കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നത് വരെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് മാക്സിമം കുറേയൊക്കെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയായിരുന്നു എൻട്രൻസിൽ ഉണ്ടായിരുന്നിട്ടുള്ള തീം കേട്ടോ. നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സീനിക് റെയിൽവേ ഉണ്ട്, പിന്നെ നമ്മുടെ സ്കൈവേ ഉണ്ട്, പിന്നെ സീനിക് കേബിൾ വേ ഉണ്ട്, സീനിക് വാക്ക് വേ ഉണ്ട്. അത് ഓൾമോസ്റ്റ് 2.4 കിലോമീറ്റേഴ്സ് ആയിരുന്നു കേട്ടോ നടക്കാണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഡൈനോസർ വാലി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു നമ്മുടെ സീനിക് റെയിൽവേ. അത് 52 ഡിഗ്രി ഇൻക്ലൈനിൽ ആയിരുന്നു. സീനിക് റെയിൽവേ എന്ന് അത് മെയിനായിട്ട് പറയേണ്ടായിരുന്നത് സ്റ്റീപ്പസ്റ്റ് പാസഞ്ചർ ട്രെയിൻ ഇൻ ദ വേൾഡ് എന്നൊക്കെയാണ്. അങ്ങനെ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ പറയണ്ടല്ലോ, നന്നായിട്ട് സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു പക്ഷേ കേട്ടോ. അപ്പോൾ ആ സീനിക് റെയിൽവേയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടവഴികളിലൂടെ ചൽത്തേ രഹോ ആ സമയത്താണ് നമ്മുടെ ഐസ്ക്രീം കണ്ടിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീം ഇല്ലാതെ എന്താഘോഷം അല്ലേ? അപ്പം നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അവിടെ നമുക്ക് മെയിനായിട്ട് എനിക്ക് വളരെ എന്താ പറയുക, ഭയങ്കര ഇമ്മെൻസ്ലി റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അവിടുത്തെ നമ്മുടെ മൈൻ, ഇവിടുത്തെ ആൾക്കാർ ഇത് മൈനായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈനിൻ്റെ എൻട്രൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതും കണ്ടിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നു ഡൈനോസർ വാലിയിലേക്ക്. അവർ മെയിനായിട്ട് ട്രാവൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഇൻ ടൈം ഫോർ ദ മസ്റ്റ് ടു പ്രീ ഹിസ്റ്റോറിക് അഡ്വെഞ്ചർ ഡൈനോസർ വാലി ബ്ലാ 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 ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അതൊന്നും. വന്നു നമ്മുടെ സീനിക് കേബിൾ വേ. അതും എന്താ പറയുക, സദേൺ ഹെമിസ്ഫിയേഴ്സ് സ്റ്റീപ്പസ്റ്റ് ഏരിയൽ കേബിൾ കാർ എന്നൊക്കെയാണ് അവർ പറയേണ്ടായിരുന്നത്. നമുക്കങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നും അല്ലല്ലോ നമ്മൾ. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് നന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കേബിൾ വേയുടെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, അത് ഓസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു എൻജോയബിൾ ട്രിപ്പിന് ശേഷം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.